കുട്ടിപ്പഴം ഇതിൻ്റെ പേര്. റംബൂട്ടാൻ, കാട്ടിലെ റംബൂട്ടാൻ. ബ്രിട്ടീഷുകാരുടെ ടൈമിലുള്ള സ്കൂളാണ്. ഇവിടെ തേയില തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. ആഹാ, നല്ല കാഴ്ച തന്നെ. ഇതേത് ഭാഗമായിട്ട് വരും? ഓ വന്ന ഇതാണല്ലേ? ആ ഓ, ഞാൻ ആ സൈഡിൽ നിന്ന് തിരിച്ചു. ആ കുളത്തപ്പുഴ നമ്മൾ വന്ന വഴി കൊല്ലം ജില്ലയിലെ വൈറ്റ് ഉണ്ട്. തെന്മല ഡാം. ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് റോക്ക്വുഡിൽ നിന്ന്. ചുമ്മാ ഒന്ന് കറങ്ങി നടക്കാൻ. അത്ര ദൂരമൊന്നും ഇവരെ കൊണ്ടുപോകത്തില്ല. എന്നാലും ഇതിൻ്റെ ഇപ്പോൾ അടുത്തുള്ള വ്യൂ പോയിൻറ്റും മറ്റു കാര്യങ്ങളും ഭാഗ്യമുണ്ടെങ്കിൽ 1-2 മൃഗങ്ങളൊക്കെ കാണാം. വരുന്ന വഴിയിൽ നമ്മളെന്തായാലും ഒരു കട്ടുപോത്തിനെ കണ്ടു. വളരെ നല്ലൊരു വ്യൂ കിട്ടി. ശരിക്കും ക്യാമറയിൽ പോസ് ചെയ്ത് നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ കിട്ടി. അപ്പോൾ നല്ല, അതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഇത് വ്യൂ പോയിൻ്റാണ് നമ്മൾ വന്ന വഴിയുള്ള കാഴ്ചകൾ. ഇതുണ്ടോ ആനപ്പിണ്ടം. ഇത് കുറേ രാത്രിയാകുമ്പം മൃഗങ്ങളൊക്കെ ഇറങ്ങി വരും. ആനയും മറ്റും ഒക്കെ വീടാം. നല്ല കാറ്റ് അടിക്കുന്നത്. ഒരു പേരക്ക മരമാണ്. ചെറിയ പേരക്ക, കാട്ടിലെ പേരക്ക. നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് സ്കൂളില്ലേ, അത് പോയി ആ കാലഘട്ടത്തിൽ തേയിലത്തോട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ സ്കൂൾ വരെ ഉണ്ടായിരുന്നു. പിന്നീട് ഇത് ആനയൊക്കെ കയറി. ആ സമയത്തൊന്നും മൃഗങ്ങളെ വേട്ടയാടല്ലായിരുന്നു. ഇതാണ് നമ്മൾ വന്ന വഴിയല്ലേ? അടിപൊളി. അത് നമ്മൾ ഓരോ വർഷവും ഇത് ഐഫോൺ ഇവർ ഇറക്കുന്നുണ്ടല്ലോ. ഓ പിന്നെ ഇല്ല, അങ്ങനെയില്ല ഇത് സംഭവം.
നല്ല മലനിരകൾ നല്ല രസമുണ്ടല്ലേ. തെന്മല ഡാം ഇത്ര ഇവിടം വരെ ഇങ്ങനെ കാണാം. അല്ലാതെ നമ്മൾ കണ്ണോട്ട് നോക്കുന്നതിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. കാട്ടിലെ പുളിയല്ലേ? ഓ എത്രയാ ഇതുണ്ട് അവിടെ തന്നെ. കാട്ടിലെ പുളിയാണത്. അടുത്ത വ്യൂ പോയിന്റ് അടിപൊളി. പാറപ്പുറത്തിരിക്കുകയാണ്. ശാന്തത. സമയം വൈകുന്നേരം 6:30. കാടിൻ്റെ അടുത്ത് ഒരു വ്യൂ പോയിന്റ് അവിടെ കാണാം. സൂര്യൻ അസ്തമിച്ച് ഏകാന്തം. ഒന്നല്ല അതുകൊണ്ട് ഒന്ന് ഇവിടെ തന്നെ രണ്ടുണ്ട്. പിന്നെ അവിടെ ഒന്നാ മോനെ നമുക്ക് വേണ്ടി ചെലവ് കിട്ടും. ചെറിയ തോതിലൊരു ക്യാമ്പ് ഫയർ. ശരിക്കും പറഞ്ഞാൽ ക്യാമ്പ് ഫയർ ഇതിൻ്റെ ഭാഗമല്ല, പക്ഷെ എന്നാലും ഇത്രയും തണുപ്പുള്ള ഒരു ചെറിയൊരു സഹായം അത്ര തന്നെ അത് ഇവർ ചെയ്തു വെച്ചാണ്.